വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം അല്പസമയത്തിനകം തന്നെ നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കപ്പലിനെ സ്വീകരിക്കും. ആഴിമല ക്ഷേത്രത്തിന് സമീപത്ത് നിന്നും പ്രശാന്ത് ശങ്കരമംഗലത്ത് കൂടി ചേരുകയാണ്. പ്രശാന്ത്, കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയാണ് ഔദ്യോഗിക ഉദ്ഘാടനം. ഇന്ന് സമഗ്ര വികസനമാണ് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയിലൂടെ സംസ്ഥാനം ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തലസ്ഥാന നഗരിയും അത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. രോഹിണി, തീർച്ചയായും കേരളത്തിന്റെ തലവര മായ്ക്കുന്ന ആ ഒരു കർമ്മത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. എനിക്ക് പിന്നിൽ നമുക്ക് ദൃശ്യങ്ങളിലൂടെ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. സാൻ ഫെർണാണ്ടോ ബർത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ആ ദൃശ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കേരളത്തിന്റെ തലവര ചരിത്രം, വ്യാവസായിക ചരിത്രം തന്നെ മാറാൻ പോവുകയാണ്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകളിൽ ഒന്നാണ് ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരുന്നത്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. പുരാതനമായ വിഴിഞ്ഞം തുറമുഖം നമുക്കറിയാം. പണ്ട് ഒരുപാട് വിദേശികൾ, റോമാക്കാരും അതുപോലെ തന്നെ അറബികളും എല്ലാം വിഴിഞ്ഞം തുറമുഖം വഴി വ്യവസായം നടത്തിയിരുന്നെങ്കിൽ അതിൽ നിന്ന് ആ തുറമുഖം വീണ്ടും പുനർജനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ഈ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്താൻ പോകുന്നത് വിവിധ രാജ്യങ്ങളിലുള്ള കപ്പലുകളും കണ്ടെയ്നറുകളും എല്ലാം ഇറക്കുന്ന ഒരു കേന്ദ്രമായി മാറാൻ പോകുന്ന ഒരു മദർ പോർട്ട് എന്ന നിലയിലേക്ക് വിഴിഞ്ഞം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആ മനോഹര ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞം തുറമുഖത്ത് ബർത്തിലേക്ക് നിർത്തിയിട്ടിരിക്കുന്ന സാൻ ഫെർണാണ്ടോയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇതിന്റെ ഉദ്ഘാടനം നടക്കും. ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും പിന്നീട് കപ്പൽ തിരിച്ചു പോകുക. എന്തായാലും വലിയ ആവേശം എല്ലായിടത്തും അലയടിക്കുന്നുണ്ട്. ജനങ്ങളെല്ലാവരും അതിന്റെ ഒരു ആവേശത്തിൽ കൂടിയാണ്. നമ്മൾ പലരോടും ചോദിക്കുമ്പോഴെല്ലാം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അതെല്ലാം മാറി വിഴിഞ്ഞം തുറമുഖം എന്നത് യാഥാർത്ഥ്യമായിരിക്കുന്നതിലൂടെ ജനങ്ങളും അവരുടെ ആശങ്കകളെല്ലാം ചെറിയ തോതിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു മുന്നേറുന്നതിനുള്ള ഒരു വ്യാവസായികമായി രാജ്യം മുന്നേറുന്നതോടൊപ്പം കേരളവും മുന്നേറുന്നതിന്റെ ആ ഒരു മുഹൂർത്തത്തിലേക്ക് എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് എല്ലാവരുടെയും അഭിപ്രായങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തുറമുഖത്ത് സാൻ ഫെർണാണ്ടോ നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടെ നിർത്തിയിട്ടിരിക്കുന്നതിന്റെ ഒരു മനോഹര ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഇവിടെ നിന്നും ആഴിമലയിൽ നിന്നും പങ്കുവയ്ക്കാൻ കഴിയുന്നു എന്നതും വലിയ സന്തോഷം നൽകുന്നതാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിലായിരിക്കും ഇതിന്റെ ഉദ്ഘാടനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുക. കേരളത്തിന്റെ തലവര മായ്ക്കാൻ പോകുന്ന പദ്ധതി എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 40ഓളം വർഷമായി ഈ തുറമുഖത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അനിശ്ചിതത്വം നീളുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് പിന്നീട് ഒരു മാറ്റം വന്നത്, അതായത് ഇടതുപരത സർക്കാരുകൾ ഭരിച്ചിട്ടും ആ ഭരണം നടത്തിയെങ്കിൽ പോലും ഇതിനെ ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന്റെ പ്രാഥമിക നടപടികൾ പോലും തുടങ്ങാൻ കഴിഞ്ഞില്ല എങ്കിൽ അതിന് തുടക്കം കുറിച്ചത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. പിന്നീട് അങ്ങോട്ടൊരു ശരവേഗം എന്ന് നമ്മൾ പറയുന്നത് പോലെ നീക്കങ്ങളെല്ലാം വേഗത്തിലായിരുന്നു, നടപടികളെല്ലാം വേഗത്തിലായിരുന്നു. അതിനൊപ്പം കേരളത്തിന്റെ ഭാഗത്തു നിന്നുള്ള സമീപനങ്ങളും എല്ലാം ഒന്നുപോലെ വന്നതോടുകൂടിയാണ് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നത്. എന്തായാലും ആ സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് ഏറ്റവും അഭിമാനമായ ഒരു മുഹൂർത്തം എന്ന് പറയുന്നത്. കേരളം സ്വപ്നം കണ്ട മുഹൂർത്തം, രാജ്യം സ്വപ്നം കണ്ട മുഹൂർത്തം, ആ മുഹൂർത്തത്തിലാണ് ഇപ്പോൾ സാക്ഷാത്കാരമായിരിക്കുന്നത്. എല്ലാവരും ആവേശത്തിലാണ്. കക്ഷി രാഷ്ട്രീയം മറന്നില്ല, ജനങ്ങളും ഒന്നിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ആഴിമലയിലും പരിസര പ്രദേശങ്ങളിലെല്ലാം ജനങ്ങൾ ദേശീയ പതാക വീശിക്കൊണ്ടാണ്, ഭാരതത്തിന്റെ ദേശീയ പതാക വീശിക്കൊണ്ടാണ് സാൻ ഫെർണാണ്ടോയെ സ്വീകരിച്ചത്. അവിടെ കൊട്ടും പാട്ടും മേളവുമായി ജനങ്ങൾ ആവേശത്തെ നിൽക്കുന്ന ദൃശ്യങ്ങളും നമ്മൾ പങ്കുവച്ചിരുന്നു. അതിന് സമാനമായ സാഹചര്യം ഇന്നുമുണ്ട്. പലരും ആവേശത്തിലാണ്, സന്തോഷത്തിലാണ്. ആ സന്തോഷം ഒട്ടും കുറയുന്നില്ല. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. ലോക നിലവാരത്തിലേക്ക് ലോകത്തിന് വേണ്ടി ഒരു വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് വിഴിഞ്ഞം. ലോകത്തിന് വേണ്ടി ആ വാതിലിലേക്ക് ലോകത്തെ സ്വീകരിക്കുവാൻ വിഴിഞ്ഞവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, രാജ്യം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, കേരളവും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഇതിന്റെ ഉദ്ഘാടനം നടക്കുവാൻ. ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും പിന്നീട് ഈ സാൻ ഫെർണാണ്ടോ തിരിച്ചു പോകുക. നിലവിൽ കണ്ടെയ്നറുകളെല്ലാം ഇറക്കി. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടെയ്നറുകൾ ഇറക്കുന്ന നടപടികൾ ഉണ്ടായിരുന്നു. 2000 കണ്ടെയ്നറുമായിട്ടാണ് ചൈനയിൽ നിന്ന് സാൻ ഫെർണാണ്ടോ കൊളംബോ വഴി വിഴിഞ്ഞത്തേക്ക് എത്തിയത്. അതിനുശേഷം കണ്ടെയ്നറുകൾ ഇന്ത്യയിലേക്കുള്ള കേരളത്തിൽ ഇറക്കുന്ന കണ്ടെയ്നറുകളെല്ലാം ഇറക്കിയ ശേഷമായിരിക്കും തിരിച്ചു പോകുന്നത്. നമുക്ക് മനസ്സിലാക്കുന്നത്, കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മുഴുവൻ കണ്ടെയ്നറും ഇവിടെ ഇറക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ ഇറക്കിയിട്ടുള്ള കണ്ടെയ്നറുകൾ അതിനുശേഷം ബാക്കി കണ്ടെയ്നറുകളുമായി വിവിധ രാജ്യങ്ങളിലേക്ക് സാൻ ഫെർണാണ്ടോയുടെ യാത്ര തുടങ്ങും. ആ യാത്രയുടെ മനോഹര ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുവാൻ, പ്രേക്ഷകർക്ക് നൽകുവാൻ വേണ്ടി നമ്മളും ഇവിടെ ഉണ്ടാവും, ജനം ടിവിയും ഉണ്ടാവും. ഒപ്പം അവസാന നിമിഷം വരെ ജനം ടിവിയും ഈ സാൻ ഫെർണാണ്ടോ നമ്മുടെ കൺമറയത്ത് നിന്ന് മാറുന്ന അതുവരെ ഇവിടെ തന്നെ ഉണ്ടാകും. അതിന്റെ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് നൽകും. ശരി പ്രശാന്ത്, തുടരുക. ഐസണിലേക്ക് പോവുകയാണ്. ഐസൺ, ഔദ്യോഗിക ഉദ്ഘാടനത്തിനുള്ള വേദി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണോ? നേരത്തെ നമുക്കറിയാം
സർബാനന്ദ സോനോവാളും അതോടൊപ്പം കരൺ അദാനിയും ഒക്കെ പോർട്ട് സന്ദർശിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണാൻ സാധിച്ചിരുന്നു. എപ്പോഴായിരിക്കും മുഖ്യാതിഥികൾ വേദിയിലേക്ക് എത്തിച്ചേരുക? തുടർന്നുള്ള പരിപാടികൾ എങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത്? രോഹിണി, തീർച്ചയായും അല്പസമയത്തിനകം മുഖ്യാതിഥികൾ എത്തിച്ചേരുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുഖ്യാതിഥികൾ എത്തിച്ചേരുന്നതിന് മുൻപ് തന്നെ കപ്പലിനെ സന്ദർശിക്കും. പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് കപ്പലിൻ്റെ അടുത്തേക്ക് അവർ പോകുമെന്നും ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട്. നമുക്ക് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ സർബാനന്ദ് സോനോവാൾ, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രി സർബാനന്ദ് സോനോവാൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ സംസ്ഥാന തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവരെല്ലാം തന്നെ അടങ്ങുന്ന ഒരു സമ്പുഷ്ടമായ വേദിയാണുള്ളത്. സ്വാഭാവികമായും അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധികളും കരൺ അദാനി പോലുള്ള ഉന്നതരായ അദാനി ഗ്രൂപ്പിന്റെ നേതൃത്വത്തിലുള്ളവരും ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ചടങ്ങുകൾ പുരോഗമിക്കുന്നതെന്ന് തന്നെയാണ്, അല്ലെങ്കിൽ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതെന്ന് തന്നെയാണ് ഇപ്പോൾ പറയാനാകുന്ന ഏറ്റവും പുതിയ വിവരം. അല്പസമയത്തിനകം ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് നമുക്ക് പോകാനാകും. ഉദ്ഘാടന ചടങ്ങിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. തീർച്ചയായും അല്പസമയത്തിനകം ആ ഉദ്ഘാടനം നടക്കുമ്പോൾ രാജ്യത്തിന്റെ, അല്ലെങ്കിൽ ഈ ഭാരതത്തിന്റെയും കേരളത്തിന്റെയും വലിയൊരു പ്രതീക്ഷ കൂടിയാണ് യാഥാർത്ഥ്യമാകുന്നത് എന്ന കാര്യത്തിലും തർക്കമില്ല. പ്രധാനമായും എടുത്തു പറയേണ്ടത്, ഓരോ കണ്ടെയ്നർ ഈ പോർട്ടിൽ ഇറക്കുമ്പോഴും 18% IGST ഉണ്ടാകുന്നത്. അതായത് ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയുന്നത് 18%. 9% കേരളത്തിനും അതുപോലെ തന്നെ 9% കേന്ദ്ര സർക്കാരിനുമാണ് IGST വിഹിതമാവുക. സ്വാഭാവികമായും ഓരോ കണ്ടെയ്നർ ലക്ഷക്കണക്കിന് രൂപയുടെ കണ്ടെയ്നറുകളുടെ 18% എന്ന് പറയുമ്പോൾ വൻ തുകയായിരിക്കും അതുണ്ടാവുക. അത് സ്വാഭാവികമായും കേരളത്തിന്റെ നികുതി വരുമാനത്തെയും രാജ്യത്തിന്റെ നികുതി വരുമാനത്തെയും ഒരുപോലെ സ്വാധീനിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നിരവധിയായ കാര്യങ്ങളുണ്ട്. കാരണം ഈ കപ്പൽച്ചാലിൽ നിന്നും ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു തുറമുഖം, അതായത് ഈ വലിയ തുറമുഖങ്ങൾ, കൊളംബോ പോർട്ട് പോലെയുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വലിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങളെ കണക്കാക്കുമ്പോൾ കപ്പൽച്ചാലിൽ നിന്ന്, അന്താരാഷ്ട്ര കപ്പൽച്ചാലിൽ നിന്ന് ഏതാണ്ട് 10 നോട്ടിക്കൽ മൈൽ, അതായത് 10-14 കിലോമീറ്ററിനോളം 18 കിലോമീറ്ററിനടുത്ത് നിലനിൽക്കുന്ന ഈ പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇതിലൂടെ പോകുന്ന ഇതിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകൾക്ക് റീഫ്യൂവലിംഗ് സാധ്യത, അതായത് അവരുടെ കപ്പലിന് കോടിക്കണക്കിന് രൂപയുടെ ഇന്ധനമാണ് ഓരോ യാത്രയിലും കപ്പൽ നിറയ്ക്കുന്നത്. അത്തരത്തിൽ റീഫ്യൂവലിംഗ് സാധ്യത, വലിയൊരു മാർക്കറ്റിംഗ് സാധ്യതയായി എണ്ണ കമ്പനികളെല്ലാം തന്നെ കാണുന്നുണ്ട്. സ്വാഭാവികമായും അത്രയും വലിയൊരു റീഫ്യൂവലിംഗ് ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെതായ വരുമാനം സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഉണ്ടാകും. അത്തരത്തിലുള്ള വലിയ ഒരു സാമ്പത്തിക നേട്ടം കൂടി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഈ ടെർമിനലിൽ, അതായത് ഈ ബങ്കർ ടെർമിനലുകൾ, ഓയിൽ ബങ്കറുകൾ ഉൾപ്പെടെ വരാനുള്ള സാധ്യതകളും ഇവിടെയുണ്ട്. ഇത്തരത്തിലുള്ള ഓയിൽ ബങ്കറുകൾ വരികയാണെങ്കിൽ ആ വലിയ ഓയിൽ ബങ്കറുകളുടെ ട്രാൻസാക്ഷൻ നടത്താനുള്ള ഒരു സാധ്യത വീണ്ടും ഭാവിയിൽ, അതായത് 10-12 വർഷങ്ങൾക്കകം തുറന്നു കിട്ടുക കൂടിയാണെങ്കിൽ വൻതോതിൽ ഓയിൽ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനുള്ള ഒരു സാധ്യത, ഇമ്പോർട്ട് ചെയ്യുന്ന ഓയിൽ ഇവിടെ എത്തി. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, തുരങ്കപാത, കൊങ്കൺ റെയിൽവേയുടെ നേതൃത്വത്തിൽ തുരങ്കപാത പണിയാൻ പദ്ധതി തയ്യാറായിരിക്കുന്നു. ആ പദ്ധതിയിലൂടെ, തുരങ്കപാതയിലൂടെ കൊച്ചി റിഫൈനറിയിലേക്ക് വൻതോതിൽ ക്രൂഡ് ഓയിൽ എത്തുന്നതിനുള്ള സാധ്യതകൾ തുറന്നു കിട്ടും. അത്തരത്തിൽ വലിയ തോതിലുള്ള വ്യവസായ വാണിജ്യ സാധ്യതകളാണ് തുറന്നു കിട്ടുന്നത്. അത്തരത്തിൽ വരുന്ന ഒരു ക്രൂഡ് കപ്പൽ ഈ വിഴിഞ്ഞം തീരത്ത് ഒരു മദർ ക്രൂഡ് അടുക്കുകയാണെങ്കിൽ അതിൽ ജോലിക്കാരായി തന്നെ 200ഓളം പേർ വേണ്ടിവരും, 200ഓളം സാങ്കേതിക വിദഗ്ധർ വേണ്ടിവരുമെന്നാണ് പ്രാഥമികമായ ഒരു കണക്ക്. അതുകൊണ്ട് തന്നെ വൻതോതിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. പോർട്ടിനകത്ത് തൊഴിലവസരങ്ങൾ ഉണ്ടാകും, പോർട്ടിന് പുറത്ത് തൊഴിലവസരങ്ങൾ വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വലിയ തോതിൽ കസ്റ്റംസ് ക്ലിയറൻസ്, അതുമായ കമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ്, അതായത് നമുക്കറിയാവുന്നതാണ് ബ്രോക്കർ എന്നറിയപ്പെടുന്ന, പഴയ കാലത്ത് കസ്റ്റംസ് ഹൗസ് ക്ലിയറിംഗ് ഏജൻസി എന്നറിയപ്പെടുന്ന ആ സംവിധാനം അതിശക്തമായി പ്രവർത്തിക്കാൻ വൻതോതിൽ ലഭിക്കുന്ന ഒരു ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾക്ക് വലിയ സൗകര്യങ്ങളുണ്ടാകും. അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിനുമായി വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാകും. അതായത് ഈ ഉദ്ഘാടനം നടക്കുന്നു എന്നതിനപ്പുറം ഒരു വലിയ മാറ്റത്തിൻ്റെ, അതായത് ഈ വിഴിഞ്ഞം എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെയും തിരുവനന്തപുരം എന്ന നഗരത്തിൻ്റെയും 14ാം നൂറ്റാണ്ടിൽ തിരുവനന്തപുരം ഒരു പോർട്ട് സിറ്റി ആയിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ആയ രാജാക്കന്മാരുടെ കാലത്തെല്ലാം ഒരു പോർട്ട് സിറ്റി ആയിരുന്ന തിരുവനന്തപുരം വീണ്ടും ആ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകുന്നു. പക്ഷേ 14ാം നൂറ്റാണ്ടിൻ്റെ, അതായത് 600-700 വർഷത്തെ വ്യത്യാസമുള്ള ആ അത്യാധുനിക പോർട്ടിൻ്റെ ഒരു സംവിധാനമാണ് ഇവിടെ എത്തുന്നത്. മാത്രമല്ല, ഭാരതത്തിലെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഇലക്ട്രോണിക് ട്രാൻസ്ഫറബിൾ പോർട്ട്, അതായത് ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കായി കയറ്റാനും ഇറക്കാനും സാധിക്കുന്ന സംവിധാനങ്ങൾ, അത് സെമി ഓട്ടോമാറ്റിക്കായി കയറ്റാനും ഇറക്കാനുള്ള സൗകര്യം, അത്തരത്തിലെല്ലാം തന്നെ സ്റ്റേറ്റ് ഓഫ് ആർട്ട് ടെക്നോളജിയിൽ തന്നെ ഈ കണ്ടെയ്നറിൽ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതാണ് വലിയ മറ്റൊരു പ്രത്യേകത. അത്തരത്തിൽ ഈ തിരുവനന്തപുരം നഗരത്തിന്റെ ആ ഒരു രീതി തന്നെ, കൊച്ചി തുറമുഖ നഗരം, ഒരു മെട്രോ നഗരം എന്ന് കേരളത്തിൽ പറയുന്നത് പോലെ കൊച്ചിയേക്കാൾ എത്രയോ വലിയ രീതിയിൽ ഈ നഗരം വികസിക്കാനും അതിന്റെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകാനും വലിയ സാധ്യതകൾ ഉയരാനുമുള്ള ഒരു വാതായനമാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അതെ, തീർച്ചയായും ഐസനിലേക്ക് വരാം. തലസ്ഥാനത്തിന്റെ മുഖഛായ തന്നെ മാറ്റുന്ന സ്വപ്ന പദ്ധതിക്കാണ് യാഥാർത്ഥ്യമായിരിക്കുന്നത്.